ഈ കൂടെ ആകെ അവരവിടെ ഒരു 4 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കടയും കടയോടനുബന്ധിച്ച് തന്നെയുള്ള വീട്ടിലുമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കട എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം അതാണ്. ആ അച്ഛന്റെ അമ്മയും ഈ പെൺകുട്ടി കുറെ കാലങ്ങളായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഇവരെ കൂടെയാണ് താമസിക്കുന്നത്. അവര് തമ്മിലുള്ള സാമൂഹികവും കുടുംബപരമായ പ്രശ്നമൊന്നും നമുക്കറിയില്ല. പക്ഷെ നാട്ടുകാരുടെ അടുത്തൊന്നും ഒരു തരത്തിലും മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്ന ആളല്ല ഈ മരണപ്പെട്ട നാസറും കുടുംബവും. ഈ പ്രതിയെ താങ്കൾക്ക് പരിചയമുണ്ടോ? അവിടെ വരുന്ന ഒരാൾ തന്നെയല്ലേ ഇവര് തമ്മിൽ? എനിക്ക് പരിചയമില്ല, അയാളെ പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ മകളുടെ കൂടെ ആയിരുന്നോ ഇവർ താമസിച്ചിരുന്നത്, അതോ ഈ മകൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആയിരുന്നു അല്ലേ? ഇടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. പിന്നെ നമ്മൾ അത്ര കുലങ്കഷായിട്ട് അന്വേഷിക്കില്ലല്ലോ, എവിടാണെന്ന് ചോദിക്കില്ലല്ലോ. ഇടയ്ക്ക് ഇവിടെ ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കാണാറുണ്ട്. എന്തെങ്കിലും ഒച്ചപ്പാട് ബഹളമൊക്കെ കേട്ടിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായതായിട്ട് അറിയോ? അറിയില്ല. ഇടയ്ക്കും അയാൾ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആരും ഈ മരുമകൻ എന്ന് പറയുന്ന ആള് ഇടയ്ക്ക് വന്നു പിന്നെ വഴക്കുണ്ടാക്കും. അത് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റാണോന്ന് അറിയില്ല. ആകെ 4 സെന്റ് സ്ഥലമാണ് അവിടെ ഉള്ളത്, പക്ഷെ വില കിട്ടുന്ന സ്ഥലമാണ്. ഇനിയിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണോ എന്ന് അറിയില്ല. അപ്പൊ ഈ മകളും കൊച്ചുമകനും എല്ലാവരും കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത് അല്ലേ? അതെ, മകളും കൊച്ചുമകനും അമ്മയും അച്ഛനും. അമ്മയും അച്ഛനും എന്ന് പറയുന്നത് ദത്തുപുത്രിയാണ് ഇവരെ, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവര് ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ കുട്ടിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെനിക്ക് സൂക്ഷ്മമായിട്ട് അത് വേണ്ട, അത് പറയണില്ല. അപ്പോ പിന്നെ ഇങ്ങനെയാണ് അവര് താമസിച്ചിരുന്നത്. ഇപ്പൊ അവിടെ പോലീസും മറ്റ് നാട്ടുകാരും എല്ലാവരും നിറയെ അവിടെയുണ്ട്. ഞങ്ങളൊക്കെ രാവിലെ പോയി ഇത്ര നേരം അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു ചെറിയ കട നടത്തുന്ന ആളുകളായിരുന്നു അല്ലേ? ചെറിയ കട വീടിനോട് അനുബന്ധിച്ചിട്ട്. പക്ഷെ അവരുടെ ഉപജീവന മാർഗം അതാണ്. അതിനുള്ള വകുപ്പ് അതിൽ നിന്ന് കിട്ടും. ഈ മകളെയും കൊച്ചുമകനെയൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടോ നേരത്തെ? അറിയാം, നന്നായി അറിയാം. നമ്മളെ സ്ഥിരമായി നടന്നു പോണ അതിന്റെ അടുത്താണേ. നമ്മൾ വർത്താനം പറയണ ഇടയ്ക്ക് കുറേ നേരങ്ങള്, ഒരുപാടല്ലെങ്കിലും കുറേ നേരങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചിരിക്കണം. വളരെ ലോഹ്യമായി പെരുമാറുന്നവരാണ്. അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. വെട്ടേറ്റ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. കുറെ കാലമായി അതിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളാണ്. കുഞ്ഞിനും ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാവുന്നത്. അതിന്റെ ഒരു ആരോഗ്യസ്ഥിതിയെ പറ്റി എന്തെങ്കിലും അറിയോ? അവരെ PK ദാസ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയും ആശുപത്രിയിലാണ്. കുട്ടിയുടെ അടുത്ത് അതിൻ്റെതായിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ആയിട്ടില്ല. ഇവര് വളരെ പൈശാചികമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. വീടിന്റെ പുറത്താണ് അവരുടെ മൃതദേഹം കിടക്കുന്നത്. മൃതദേഹം എന്ന് പറഞ്ഞാൽ അവര് അടുക്കളയുടെ തൊട്ട് ഭാഗത്താണ് കിടക്കുന്നത്. വളരെ ഞെട്ടലോടെ അല്ലാതെ ഇത് കേൾക്കാൻ കഴിയില്ല അല്ലേ? കാരണം ആ പ്രദേശത്തുള്ളവരൊക്കെ ഇല്ല. കാര്യം ഇവര് ആരുടെ കൂടെയും അലോഹ്യമായി പെരുമാറുന്ന, ആരും ദേഷ്യമായി ഇവരെ കൂടെ സംസാരിക്കുന്ന ആൾക്കാരല്ല. ഈ മരുമകനുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ വന്നതിനെ കുറിച്ച് നമുക്ക് അവരുടെ കുടുംബ പ്രശ്നമായതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് പറയാൻ എനിക്കറിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.